ഈ വാർത്ത ചില മതേതര മലയാള മാപ്രകൾക്ക് വേണ്ടിയുള്ള ഒരു ഡെഡിക്കേഷനാണ്. നരേന്ദ്രമോദിയെ വിദേശ രാജ്യത്തുള്ളവരൊക്കെ കാണുന്നത് വെറും കോമാളിയായിട്ടാണ് എന്നൊരു സുപ്രധാന കണ്ടുപിടുത്തം നടത്തിയ ചില മലയാളി മാപ്രകൾക്കുള്ള ഡെഡിക്കേഷൻ. ലോകരാജ്യങ്ങൾക്കിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യഥാർത്ഥ വില എന്താണെന്ന സത്യം ഇപ്പോൾ കൃത്യമായി പുറത്തു വന്നിരിക്കുകയാണ്. കേരളത്തിന് വെളിയിൽ ഒരു നായ്ക്കുഞ്ഞിന് പോലും അറിയാത്ത, മലയാളം എന്ന ഭാഷയ്ക്കപ്പുറം മറ്റൊരു ഭാഷയും അറിയാത്ത ഈ ഇട്ടാവട്ടത്തിലെ കുറച്ച് മാപ്രകൾ പറയുന്നത് ലോകം മുഴുവൻ മോദി അങ്ങ് പുച്ഛിച്ച് തള്ളുകയാണെന്നാണ്. ഇതേ ആളുകളാണ് കുറച്ച് നാളുകൾക്ക് മുൻപ് മോദി എല്ലാവരുടെയും അക്കൗണ്ടിൽ 15 ലക്ഷം വെച്ച് ഇട്ട് വരുമെന്ന് പറഞ്ഞ് ശുദ്ധ അസംബന്ധം പറഞ്ഞ് വരുത്തിക്കൊണ്ട് നടന്നത്. പിന്നെ വേറെയുമുണ്ട്, മോദി ഇന്ത്യക്കാരുടെ ഫാദർലാൻഡാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞത്. ഇന്ത്യയിൽ ഇപ്പോഴും ഏതാണ്ട് 6000-ഓളം പേരടങ്ങുന്ന ജൂത സമൂഹമുണ്ട്. അവരുടെ കാര്യമാണ് നരേന്ദ്രമോദി ഇസ്രായേലിൽ പ്രസംഗിച്ചത് എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഇവറ്റകളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റാണ് ആദ്യം പരിശോധിക്കേണ്ടത്. അതിൽ മാത്തു സജി എന്നൊരു മാപ്രയുണ്ട് കേട്ടോ. കാശ്മീരി പണ്ഡിറ്റുകളുടെ കൂട്ടക്കൊലപാതകം പ്രമേയമാക്കിയിട്ടുള്ള കാശ്മീർ ഫയൽസ് സംവിധാനം ചെയ്ത വിവേക് അഗ്നിഹോത്രിയുമായി ഈ മാത്തു സജി നടത്തിയ ഒരു അഭിമുഖമുണ്ട്. യൂട്യൂബിലുണ്ട്, ഒന്ന് പോയി കണ്ടു നോക്കണം. നല്ല അടിപൊളി അഭിമുഖമാണ്. മലയാളം പറഞ്ഞ ചാനൽ ചർച്ചയിൽ പൊളിച്ചെടുക്കുന്നത് പോലെ മുറി ഇംഗ്ലീഷും കൊണ്ട് വിവേകിന്റെ അടുത്ത് ചെന്നതാണ്. പിന്നെ തിരിച്ചു വന്നത് 2 ഓലക്കീറോ വെള്ളമുണ്ടോ എടുത്തോ എന്നെ മൂടാനെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു. അന്നത്തോടെ മാത്തുവിനൊക്കെ കാര്യം മനസ്സിലായിട്ടുണ്ട്. കേരളത്തിലെ സ്വയം പൊങ്ങികളായിട്ടുള്ള പ്രബുദ്ധ പൊട്ടന്മാരെ പറ്റിക്കുന്നത് പോലെ എളുപ്പമല്ല വിവരമുള്ള നോർത്ത് ഇന്ത്യൻസിനെ പറ്റിക്കാനെന്ന്. കുറച്ചു നാളായി ഈ പ്രബുദ്ധത പൊട്ടിയടിക്കുന്ന മാപ്രകളെ പറ്റി 2 വാക്ക് പറയണമെന്ന് ഞാൻ വിചാരിക്കുമായിരുന്നു. ഇപ്പോഴാണ് അതിനൊത്തൊരു അവസരം ഒത്തുവന്നത്. അധികം വലിച്ചു നീട്ടാതെ നമുക്ക് നേരെ വാർത്തയിലേക്ക് കിടക്കാം. ലോകത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങളുടെ ബഹുമതികൾ വാങ്ങിക്കൂട്ടിയ ലോക നേതാവായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാറിയിരിക്കുകയാണ്. പുതിയ കണക്കുകൾ പ്രകാരം 32 അന്താരാഷ്ട്ര പുരസ്കാരങ്ങളാണ് വിദേശ സർക്കാരുകളിൽ നിന്നും രാജകുടുംബങ്ങളിൽ നിന്നുമായി അദ്ദേഹം ഇതുവരെ ഏറ്റുവാങ്ങിയത്. ഈ പട്ടിക നീളുന്നത് പശ്ചിമേഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്, ദക്ഷിണാമേരിക്ക തുടങ്ങിയ എല്ലാ ഭൂഖണ്ഡങ്ങളിലേക്കും പസഫിക്കിലെയും കരീബിയന്റെയും ദ്വീപ് രാഷ്ട്രങ്ങളിലേക്കും കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ യൂറോപ്പ് സന്ദർശനത്തിനിടയിൽ നോർവേയിൽ നിന്നും സ്വീഡനിൽ നിന്നും ലഭിച്ച പരമോന്നത സിവിലിയൻ ബഹുമതികളോടെയാണ് ഈ ഒരു ചരിത്ര നേട്ടം അദ്ദേഹം സ്വന്തമാക്കിയത്. ഓസ്ലോ അദ്ദേഹത്തിന് ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെറിറ്റ് നൽകിയപ്പോൾ സ്വീഡൻ അദ്ദേഹത്തെ ആദരിച്ചത് റോയൽ ഓർഡർ ഓഫ് ദി പോളാർ സ്റ്റാർ അഥവാ കമാൻഡർ ഗ്രാൻഡ് ക്രോസ് എന്ന ബഹുമതി നൽകിയാണ്. 25 പുരസ്കാരങ്ങൾ നേടിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിൻ, 18 പുരസ്കാരങ്ങൾ നേടിയ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്, 11 പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നിവരെയൊക്കെ ബഹുദൂരം പിന്നിലാക്കിയാണ് മോദി ലോകത്തിൽ ഒന്നാമനായത്. ട്രംപിന്റെ മുൻ ഭരണകാലത്ത്, അതായത് 2020-ൽ അമേരിക്കയും മോദിയെ അവരുടെ പ്രശസ്തമായിട്ടുള്ള ലീജിയൻ ഓഫ് മെറിറ്റ് നൽകി ആദരിച്ചിരുന്നു എന്നത് നോക്കണം. ഏതൊക്കെ രാജ്യങ്ങളാണ് മോദിയെ ഇതുവരെ ആദരിച്ചതെന്ന് നോക്കിയാൽ ചിലവന്മാരുടെയൊക്കെ കണ്ണ് തള്ളിപ്പോകും. അമേരിക്കയും ഫ്രാൻസും റഷ്യയും ഗ്രീസും തൊട്ട് കരീബിയൻ ദ്വീപുകൾ വരെ മോദിയെ ആദരിച്ചു കഴിഞ്ഞു. ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള വസ്തുത എന്താണെന്ന് വെച്ചാൽ ഈ 32 പുരസ്കാരങ്ങളിൽ 10ഓളം രാജ്യങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങളാണ്. സൗദി അറേബ്യ, UAE, പാലസ്തീൻ, അഫ്ഗാനിസ്ഥാൻ, ഒമാൻ, കുവൈറ്റ്, ഈജിപ്റ്റ്, ബഹ്റൈൻ, മാലദ്വീപ് എന്നിങ്ങനെ നീളുന്നു ആ പട്ടിക. ഇനി ഈ വാർത്ത കേൾക്കുമ്പോൾ ചില ന്യായീകരണ തൊഴിലാളികൾ വരും. അത് മോദി ആയതുകൊണ്ട് കൊടുത്തതൊന്നുമല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതുകൊണ്ട് കൊടുത്ത ബഹുമതികളാണ്ട ചാണക സംഖ്യ എന്നും പറഞ്ഞുകൊണ്ട്. ആരും അങ്ങനെ കഷ്ടപ്പെട്ട് ന്യായീകരിക്കാൻ വരണ്ട. ഒരൊറ്റ ചെറിയ ചോദ്യം, എങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന എല്ലാവർക്കും കിട്ടണ്ടേ ഈ ആദരവും ബഹുമതികളും? 10 വർഷം ഭരിച്ച മൻമോഹൻ സിംഗിനോ 11 വർഷം ഭരിച്ച ഇന്ദിരാഗാന്ധിയോ 17 വർഷം ഭരിച്ച ജവഹർലാൽ നെഹ്റുവോ ഒന്നും ഇത്രയും വിദേശ പുരസ്കാരങ്ങൾ വാങ്ങിയിട്ടില്ല. അവരൊക്കെ ലിസ്റ്റിൽ എത്രയോ താഴെയാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക. ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ബഹുമതികളിൽ ഫ്രാൻസിന്റെ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ലീജിയൻ ഓഫ് ഓണർ, റഷ്യയുടെ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ, UAE-യുടെ ഓർഡർ ഓഫ് സായിദ്, സൗദി അറേബ്യയുടെ കിങ് അബ്ദുൽ അസീസ് സാഷ് എന്നിവയൊക്കെ ഉൾപ്പെടുന്നു. വർഷം തിരിച്ചു നോക്കിയാൽ 2026-ൽ ഇസ്രായേലിന്റെ സ്പീക്കർ ഓഫ് ദി നെസറ്റ് മെഡൽ മോദിക്ക് ലഭിച്ചിട്ടുണ്ട്. 2025-ൽ ഒമാൻ, എത്യോപ്യ, നമീബിയ, ബ്രസീൽ, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, ഘാന, സൈപ്രസ്, ശ്രീലങ്ക, മൗറീഷ്യസ്, ബാർബഡോസ് എന്നീ രാജ്യങ്ങൾ അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. കുവൈറ്റ്, ഗാന, ഡൊമിനിക്ക, നൈജീരിയ എന്നീ രാജ്യങ്ങൾ 2024-ലാണ് അദ്ദേഹത്തിന് ബഹുമതികൾ നൽകിയത്. ഇതിന് മുൻപുള്ള വർഷങ്ങളിൽ ഗ്രീസ്, ഫ്രാൻസ്, ഈജിപ്റ്റ്, ഫിജി, പാപ്പുവ ന്യൂ ഗിനിയ, ഭൂട്ടാൻ, മാലിദ്വീപ്, ബഹ്റൈൻ, UAE, റഷ്യ, ഫലസ്തീൻ, അഫ്ഗാനിസ്ഥാൻ, സൗദി അറേബ്യ എന്നിവിടങ്ങളിൽ നിന്നും പരമോന്നത സിവിൽ അവാർഡുകൾ മോദി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ഇന്ത്യക്ക് വെളിയിലുള്ള ഇസ്ലാം മതവിശ്വാസികൾക്കോ അറബ് ഭരണാധികാരികൾക്കോ മോദിയോട് യാതൊരു പ്രശ്നവുമില്ല. അവർ അദ്ദേഹത്തെ നെഞ്ചോട് ചേർക്കുകയാണ്. പക്ഷേ ഇന്ത്യക്കകത്തുള്ള ചില മതേതര ഇസ്ലാമിക വിശ്വാസികൾക്കാണ് വലിയ പ്രശ്നം. ശരിക്കും പറഞ്ഞാൽ ഈ സുഡാപ്പികൾ എണ്ണത്തിൽ കുറച്ചേ ഉള്ളൂ. പക്ഷേ ഡെങ്കു പരത്തുന്ന കൊതുക് അധികമൊന്നും വേണ്ടല്ലോ എന്ന് പറയുന്ന പോലെ നാട്ടിലെ സാധാരണ മുസ്ലിങ്ങളെ കൂടി BJPയെ പറ്റിയും നരേന്ദ്രമോദിയെ പറ്റിയും ഇല്ലാത്ത കഥകളും ഭീതി വ്യാപാരവും നടത്തി ഇവരിൽ കൂടി വിഷം കുത്തി വയ്ക്കുകയാണ് ഇവന്മാരുടെ മെയിൻ പരിപാടി. ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. എവിടെയാണോ കമ്മികളും സുഡാപ്പികളും ഇല്ലാത്തത്, എവിടെയാണോ കോൺഗ്രസ് ദുർബലമായിട്ടുള്ളത്, അവിടെയൊക്കെ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും മോദിയുമായി യാതൊരു പ്രശ്നവുമില്ല. ഉദാഹരണമായിട്ട് ആസം ഉണ്ട്, നാഗാലാൻഡ് ഉണ്ട്,
ഇപ്പോൾ ഈ അടുത്ത് BJP ഭരണത്തിൽ കയറിയ ബംഗാൾ പോലുമുണ്ട്. അവിടെ പോലും BJPക്ക് മുസ്ലിം വോട്ടുകൾ കിട്ടിയ മണ്ഡലങ്ങളുണ്ട്. റിപ്പബ്ലിക് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങളുടെ ബഹുമതികൾ വാങ്ങിക്കൂട്ടിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാത്രമാണ്. 11 വർഷം പൂർത്തിയാക്കി 12ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ അദ്ദേഹം ഈ പുതിയ റെക്കോർഡ് കൂടി നേടുകയാണ്. ഇത് വെറുമൊരു പുരസ്കാര നേട്ടമല്ല, മറിച്ച് ലോകമെമ്പാടും ഇന്ത്യയുടെ നയതന്ത്ര സ്വാധീനം എത്രത്തോളം വർദ്ധിച്ചു എന്നതിന്റെ കൃത്യമായ തെളിവ് കൂടിയാണ്. അത് ആര് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഒട്ടും സഹിക്കുന്നില്ലെങ്കിൽ നേരെ സോഷ്യൽ മീഡിയയിൽ കയറി മോങ്ങിജി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ട്രോൾ ഉണ്ടാക്കി വിട്ടാൽ മതി, കുറച്ച് ആശ്വാസം കിട്ടും. ഇതൊക്കെ കേൾക്കുമ്പോൾ രാഹുൽ ഗാന്ധിജിയും താങ്ങി നടക്കുന്ന മലയാള മാപ്പറുകൾക്ക് എങ്ങനെ കുരു പൊട്ടാതിരിക്കും? സത്യം കേൾക്കുമ്പോൾ പൊട്ടുന്ന കുരുവാണെങ്കിൽ അങ്ങ് പൊട്ടിയൊലിച്ച് പോട്ടെന്നേ. വല്ലാതെ അസഹനീയമായിട്ടുള്ള വേദന ഉണ്ടെങ്കിൽ കോട്ടയ്ക്കൽ ആയുർവേദശാലയിൽ നിന്ന് ഒരു കുപ്പി കുരുപൊട്ടലാതി തൈലം വാങ്ങി തേച്ചാൽ മതി, നല്ല ആശ്വാസം കിട്ടും. 11 വർഷമായിട്ട് നാട്ടിലെ സുഡാപ്പികളും കൊങ്ങികളും അന്തം കമ്പികളും ഇത് ഉപയോഗിച്ചിട്ട് വലിയ ആശ്വാസം ഉണ്ടെന്നാണ് കേട്ടുകേൾവി. പ്രബുദ്ധ മലയാള മാപ്രകളുടെ അംഗീകാരവും വയനാട്ടിലെ MP സ്ഥാനവും തേടേണ്ട ഗതികേട് തൽക്കാലം നരേന്ദ്രമോദിക്ക് ഇല്ല. ദിനംപ്രതി പൊളിഞ്ഞു പാളീസായിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ സഖ്യവും തെക്കേ ഇന്ത്യയിൽ മാത്രമായി ചുരുണ്ടുകൂടിയ കോൺഗ്രസും രാജ്യത്തിലേ ഇല്ലാത്ത കമ്മ്യൂണിസ്റ്റുകളും അവരുടെ പൃഷ്ഠം താങ്ങുന്ന മലയാള മാപ്രകളും എന്തൊക്കെ കുപ്രചാരണങ്ങൾ നടത്തിയാലും ലോകത്തിന്റെ നെറുകയിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർ ദാസ് മോദിയും ഇന്ത്യയും തലയുയർത്തി തന്നെ നിൽക്കും. മിസ്റ്റർ മലയാളം.